തൃശൂർ കോലടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് എൻ.എ. സാബുവിനെതിരെ ഗുരുതര ആരോപണം. ജോലി വാഗ്ദാനം ചെയ്ത് കുടുംബത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി. പരാതിക്കാരനായ ഔസേപ്പിന്റെ മകൾക്കും മകനും ജോലി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. 2021 സംഭവിച്ച കേസാണ്. എൻ്റെ അമ്മായിയുടെ മോനാണ് സാബു, എൻ.എ. സാബു, നടപ്പറമ്പിൽ ഹൗസ് അഗസ്റ്റിൻ മകൻ സാബു. ഈവൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ മോനും എൻ്റെ മോൾക്കും വേണ്ടി 27 ലക്ഷം ജോലി വാഗ്ദാനം ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. മോന് 12 ലക്ഷം, മോൾക്ക് 15 ലക്ഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ബാങ്കിൽ മോന് ജോലിയും അർബൻ ബാങ്കിൽ തൃശ്ശൂർ മോൾക്കും കൂടിയാണ് 27 ലക്ഷം നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് 5 ലക്ഷമായിട്ട് 5 വർഷമായിട്ട് നമുക്ക് ഇതുവരെ അവൻ ജോലി വാഗ്ദാനവുമില്ല, പൈസയും ഇല്ല. പിന്നെ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ മോനെ പിടിച്ച് ചെകിടുത്ത് അടിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡിനോട് ദിവസം വരാൻ പറഞ്ഞ് തിരൂര് അമ്പലത്തിൻ്റെ സൈഡിൽ ഇരട്ടത്ത് കൊണ്ടുപോയിട്ട് നെഞ്ചത്ത് ഇടിച്ചിട്ട് അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ നേരെ വിയൂര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഇനി നാളെ ഞാനിത് പഞ്ചായത്തിൽ പോയി അനിശ്ചിത കാലം ഞങ്ങൾ സമരത്തിന് ഞാനും എൻ്റെ വൈഫും കൂടി അവിടെ പോയിരിക്കാനുള്ളത് നാളെ തൊട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. നാളെ മുതൽ അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തുവാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിൽ അടിമുടി തട്ടിപ്പാണല്ലേ? തീർച്ചയായും സിന്ധൂരി, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നിലവിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ടുള്ള, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള, അതായത് തൃശൂർ കോലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള എൻ.എ. സാബുവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് 2021 കേസിന് ആസ്പദമായ സംഭവം. ഈ അഞ്ചേരിയിലുള്ള കുടുംബത്തിൽ നിന്ന് 27 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. ഔസേപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. മകൾക്കും മകനും ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ 27 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വിയൂർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് ഈ കേസിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. 2021 ഇവർ പരിചയപ്പെടുന്നു. അതിനുശേഷം 8 ലക്ഷം രൂപ കൊടുത്താൽ മകന്, അതായത് ഔസേപ്പിന്റെ മകന് ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റീവ് ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകുകയായിരുന്നു. ഇത് പ്രകാരം ഔസേപ്പിന്റെ ഭാര്യ 1 ലക്ഷം രൂപ ഈ സാബുവിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നീട് വീട്ടിൽ വെച്ച് സാബുവിന് 6 ലക്ഷം രൂപ, അതായത് സാബുവിന്റെ വീട്ടിൽ ചെന്ന് ഈ കുടുംബം ചെന്ന് 6 ലക്ഷം രൂപ കൈമാറുന്നു. പിന്നീട് 3 തവണകളായി 50,000 രൂപയും കൈമാറുന്നു. അങ്ങനെ 7.5 ലക്ഷം രൂപ അവിടെ കൈമാറുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ സാബു ഒരു ഓഫറുമായിട്ട് ഇത്തരത്തിൽ രംഗത്ത് വരുന്നത്. ഈ മകൾക്ക് കൂടി, ഈ കുടുംബത്തിലെ മകൾ ഉണ്ടായിരുന്നു, ഈ മകൾക്ക് കൂടി പഠനം പൂർത്തിയാകുന്നതോടുകൂടി ജോലി വാങ്ങി നൽകാമെന്നായിരുന്നു. തൃശൂർ അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്നാണ് വാഗ്ദാനം നൽകിയത്. അങ്ങനെയും 15 ലക്ഷം ആവശ്യപ്പെട്ടു. അതും ഈ കുടുംബം സാബുവിന്റെ വീട്ടിലെത്തി സാബുവിന് കയ്യിൽ കൊടുത്തു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ജോലി സാധ്യതകൾ യാതൊരു വിധത്തിലും കാണാത്തതോടുകൂടി ഈ കുടുംബം സാബുവിന്റെ അടുത്ത് അന്വേഷണവുമായി ചെല്ലുകയായിരുന്നു. അപ്പോഴാണ് സാബു വീണ്ടും പണം ആവശ്യപ്പെടുന്നത്. അതായത് 2 മക്കളുടെയും പേരിൽ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണം, അത് 5 ലക്ഷം രൂപ വീതം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും നൽകണമെന്നായിരുന്നു. അതും വിശ്വസിച്ച ഈ കുടുംബം 10 ലക്ഷം രൂപ വീണ്ടും കൈമാറിയിരുന്നു. അങ്ങനെയാണ് മൊത്തം 27 ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. അതേപോലെ തന്നെ തുടർന്ന് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ, അതായത് ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇനി ജോലി ലഭിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ആ പണം തിരികെ തരണം, 27 ലക്ഷം രൂപ പണം തിരികെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെക്ക് നൽകി. എന്നാൽ ആ ചെക്ക് തിരിച്ച് റിട്ടേൺ ആവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പലപ്പോഴായി ഈ സാബുവിനെ നേരിട്ട് കണ്ടപ്പോൾ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കുടുംബം ഇനി ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക്, ഈ പഞ്ചായത്തിന് മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് തന്നെ നടക്കുകയാണ്. ഇയാൾ മുൻപ് ഇത്തരത്തിൽ കോർപ്പറേറ്റീവ് ബാങ്കുകളിൽ ജോലി ചെയ്തു തന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത്. എന്തായാലും
എന്തായാലും 27 ലക്ഷം രൂപയാണ് ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. ഇതോടുകൂടി തെളിയുന്നത് കോൺഗ്രസിന്റെ എല്ലാ അധികാര ഭരണ കേന്ദ്രങ്ങളിലും ഇരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നേതാക്കൾ ഇത്തരത്തിൽ പല വിധേനയുള്ള തട്ടിപ്പുകൾ നടത്തുകയാണ്. എന്തായാലും ഈ ഒരു കുടുംബത്തിന് നിലവിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 27 ലക്ഷം രൂപ തട്ടി അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇവർക്ക് നൽകിയില്ല എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൽ എത്തിക്കൊണ്ട് തന്നെ സാബുവിനെ ഉപരോധിക്കാനും തുടർന്നുള്ള ശക്തമായിട്ടുള്ള ഒരു സമര രംഗത്തേക്കും കൂടിയാണ് ഈ കുടുംബം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി സാരംഗ്, തൃശൂർ കോലടി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെയാണ് കുടുംബം ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് കുടുംബത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് എൻ.എ. സാബുവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്.